ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. നമുക്ക് നോക്കാം ഇത് ഏത് ചാപ്റ്റർ എന്നാണ് നമുക്ക് നോക്കാം. ദ റെസിസ്റ്റൻസ് പെർ സെൻറ്റിമീറ്റർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇറ്റ് ഇസ് ഫ്രം യുവർ ടോപ്പിക് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ടോപ്പിക് എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദ്യം നോക്കാം. ദ റെസിസ്റ്റൻസ് പെർ സെൻറ്റിമീറ്റർ ഓഫ് എ മീറ്റർ ബ്രിഡ്ജ് വയർ ഈസ് R വിത്ത് എക്സ് ohm resistance in left gap, balancing length from left end is 40 cm with 25 ohm resistance in the right gap. Now the wire is replaced by another wire of 2R resistance per centimeter. The new balancing length will be. അപ്പോൾ നമ്മൾ മീറ്റർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എന്താണ് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കൽ തന്നെ നമ്മുടെ ഉദ്ദേശം. അപ്പം മീറ്റർ ബ്രിഡ്ജിൻ്റെ ഒരു സെറ്റപ്പ് നോക്കിയാൽ ഒരു some length of wire mounted between 2 points and here you are what you are doing here means നിങ്ങൾ ഈ കാണുന്ന പോലെ മീറ്റർ ബ്രിഡ്ജിൻ്റെ ഈ 1 മീറ്റർ ലോങ് വയറിൻ്റെ ടെർമിനൽസിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഇവിടെ നമുക്കൊരു വയർ കണക്ട് ചെയ്യാം, ഒരു അൺനോൺ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം. സോ ദിസ് ഈസ് യുവർ അൺനോൺ റെസിസ്റ്റൻസ്. ദിസ് ഈസ് യുവർ നോൺ റെസിസ്റ്റൻസ്. അപ്പം ഇത് നിങ്ങളുടെ നോൺ റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസ് വെച്ചു. നൗ ദിസ് ഈസ് യുവർ എക്സ് ആൻഡ് ദിസ് ഈസ് യുവർ ആർ വാല്യൂ. ഹിയർ യു വിൽ കണക്ട് എ ജോക്കി ദാറ്റ് ഈസ് വയ ഗാൽവനോമീറ്റർ and the galvo will touch the wire of particular point. This is A and this is P. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എക്സ് ഓം റെസിസ്റ്റൻസ് ദ ലെഫ്റ്റ് ഗ്യാപ്പ് ബാലൻസിങ് ലെങ്ത് ഫ്രം ലെഫ്റ്റ് എൻഡ് ഈസ് 40 സെൻറ്റിമീറ്റർ വിത്ത് 25 ഓം റെസിസ്റ്റൻസ് ഇൻ ദ റൈറ്റ് ഗ്യാപ്പ്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന വാല്യൂ 25 ആക്കി വെച്ചാൽ ഈ കാണുന്ന ഗ്യാപ്പിൽ നിന്നും ആ ഡിസ്റ്റൻസ് എത്ര സെൻറ്റിമീറ്റർ ആണ്? 40 സെൻറ്റിമീറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാലൻസിങ് ലെങ്ത്. അപ്പോൾ ഇവിടെ വയറിൻ്റെ റെസിസ്റ്റൻസ് പെർ സെൻറ്റിമീറ്റർ മീറ്റർ ബ്രിഡ്ജ് വയർ എത്രയാണ്? 6 എന്നിവിടെ പറയുന്നുണ്ട്. അങ്ങനെയാണ് അടുത്ത തവണ നമ്മൾ എന്താ മാറ്റുന്നത്? ഈ 2R റെസിസ്റ്റൻസ് ആണ് നമ്മൾ അവിടെ വെച്ചിരിക്കുന്നത്. അത് വയറിൻ്റെ റെസിസ്റ്റൻസ് യൂണിഫോമിൽ 2R ആയിട്ട് മാറി. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇവിടെ എന്ത് ചേഞ്ചാണ് ഇതിൽ വരിക എന്ന് ചോദിച്ചാൽ ഒരു ചേഞ്ചും വരാൻ സാധ്യതയില്ല. നമുക്ക് എങ്ങനെ എഴുതാം? ഈ കാണിച്ചിരിക്കുന്ന വില എഴുതാം. x/25 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? 40 നമുക്ക് എന്ത് കൊടുത്തേക്കാം? ഈ കാണിച്ചിരിക്കുന്ന 60 എന്ന വാല്യൂ നമ്മൾ കൊടുത്തേക്കാം. കാരണം നമ്മളെ സംബന്ധിച്ച് ഈ 60 എന്ന് പറഞ്ഞതും 40 എന്ന് പറഞ്ഞതിന് നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതും. R × L1 / R × L2 എന്നങ്ങ് നമ്മൾ മാറ്റും. അപ്പോൾ അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാണ്? ഈ ലെഫ്റ്റ് ഗ്യാപ്പിലും റൈറ്റ് ഗ്യാപ്പിലും വെച്ചിരിക്കുന്ന എലമെൻറ്റുകളൊക്കെ സെയിം തന്നെയാണ്. വയറിൻ്റെ ആ സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന വയറിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ 2R ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയാണ് ഈ കാണിച്ചിരിക്കുന്ന ക്വസ്റ്റിനകത്ത് x/25 ഈസ് ഈക്വൽ ടു 2R × L1 / 2R × നമുക്ക് ഇത് കൊടുത്തേക്കാം L2 എന്ന് കൊടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെയിം ആൻസറാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു L1 ഇസ് ഈക്വൽ ടു എത്രയാണ്? 40 എന്നും L2 ഇസ് നമുക്ക് എന്താണ് 60 എന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ദ ന്യൂ ബാലൻസ് ലെങ്ത് ഫോർ ദ സെയിം സെറ്റിംഗ് വിൽ ബി, ഇപ്പോൾ നമുക്ക് എവിടെ കൊടുക്കാം? ഈ കാണുന്ന പോലെ 40 സെൻറ്റിമീറ്റർ തന്നെ കൊടുക്കാൻ പറ്റും ന്യൂ ബാലൻസിംഗ് ലെങ്ത്. കാരണം നിങ്ങളുടെ ഒന്നാമത്തെ കണ്ടീഷനും രണ്ടാമത്തേതും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ബാലൻസിങ് പോയിന്റ് എപ്പോഴും എന്തിരിക്കും? സെയിം പോയിന്റ് തന്നെയായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.